ഈ 3 തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ പൊതുവായിട്ട് ഏത് മോട്ടോറിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നത്. പ്ലഗിംഗ് ടൈപ്പ് ബ്രേക്കിംഗ് സിസ്റ്റം, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇത് മൂന്നുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ഓരോ മോട്ടറിനും അവർക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിനാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിങ്ങിനനുസരിച്ചുള്ള രീതിയിൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ DC മോട്ടറാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോ മോട്ടറിനും അതിൻ്റെ വർക്കിങ്ങിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് കൂടാണ്ട് വരുന്ന 3 എണ്ണമാണ് പ്ലഗിംഗ് ടൈപ്പ് ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഡൈനാമിക് ബ്രേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓരോന്ന് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് പ്ലഗിംഗ് ടൈപ്പ് ബ്രേക്കിംഗ് ആണ്. പ്ലഗിംഗ് ടൈപ്പ് ബ്രേക്കിംഗ് പറയുന്നത് ഇത്ര തന്നെയാണ്. നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് മെത്തേഡ് ഏതാണെങ്കിലും ഇതിൽ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. ടോർക്ക് ദിശ മാറ്റുക, മീൻസ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ദിശയിലാണ് ടോർക്ക് വന്നു വെച്ചാൽ അത് കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ മാത്രമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ടോർക്കിൻ്റെ ഡയറക്ഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം, ഒരു ഡയറക്ഷനിൽ, ഇപ്പോൾ ക്ലോക്കിലെ ഘടികാര ദിശയിലാണ് ഒരു മോട്ടോർ കറങ്ങുന്നതെങ്കിൽ, ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടോർക്ക് തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ആദ്യം കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ റിവേഴ്സായിട്ട് കറങ്ങണം. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ, എതിർ ഘടികാര ദിശയിൽ തിരിയണം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഫസ്റ്റ് അത് റിവേഴ്സ് ആവുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ എന്ത് സംഭവിക്കും, അവിടെ സ്പീഡ് നോർമലായിട്ട് ഇനേർഷ്യ കൊണ്ട് അതിന് എങ്ങനെയാണോ തിരിയുന്നത് ആ ഡയറക്ഷനിൽ കുറച്ചും കൂടി നേരം തിരിയാനുള്ളത് ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ ആ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതിനോടനുസരിച്ച് സ്പീഡ് കുറഞ്ഞ് പിന്നെ എന്ത് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിൽ തിരിയാനുള്ള സ്പീഡ് ഗെയിൻ ചെയ്യുന്ന പൊസിഷൻ വരെയാവും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് എപ്പോഴും നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡാണ്. ടോർക്ക് റിവേഴ്സ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്ലഗിംഗ് ടൈപ്പ് ബ്രേക്കിങ്ങിൽ നമ്മൾ ഈ ടോർക്ക് റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സപ്ലൈ ടെർമിനൽസിൻ്റെ ഇൻ്റർചേഞ്ചിങ് ആണ്. ഇപ്പോൾ പ്ലസ് മൈനസ് DC മോട്ടോഴ്സിൻ്റെ കേസിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സപ്ലൈ ടെർമിനൽസിൻ്റെ ദിശ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസും മൈനസും ടെർമിനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലായിട്ട് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും മാറും. അതുകൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ടോർക്കിലും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോർക്ക് റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെർമിനൽസ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ആക്ച്വൽ റൊട്ടേഷൻ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലാണെങ്കിലും മറ്റേ ഡയറക്ഷനിൽ നോർമലി എങ്ങോട്ടാണോ തിരിഞ്ഞുള്ളത് ആ തിരിയുന്ന ഡയറക്ഷനിൽ ഒരു എതിർപ്പ് വരികയും അതിൻ്റെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറയുകയും ചെയ്യും. പിന്നെ അതുപോലെ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് സിസ്റ്റം അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ടെർമിനൽസ് ഊരി മാറ്റുകയല്ല, മീൻസ് സ്വിച്ചിങ് ആയിരിക്കും. ഒരു സ്വിച്ച് ഒരു ടൈപ്പ് സപ്ലൈ ആയിരിക്കും ആദ്യം, പിന്നെ അടുത്തതിൽ നിന്ന് നെക്സ്റ്റ് ടൈപ്പ് സപ്ലൈയിലേക്ക് കൺവേർട്ട് സ്വിച്ചും ചേഞ്ച് ഓവർ ചെയ്യലായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു സ്വിച്ചിങ് ഇൻസ്റ്റൻറ്റിൽ ഹൈ കറണ്ട് വാല്യൂ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എന്താണ്, നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ഹൈ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോഴാണ് സ്വിച്ചിങ്ങിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ലാർജ് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തടുത്ത് നിർത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഒരുപാട് പവർ ലോസ് ഈ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്. പവർ ലോസ് എന്ന് പറഞ്ഞാൽ എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്ന അതിനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പവർ ലോസ് ഈ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്. ഇനി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് DC മോട്ടോഴ്സിലാണ് എന്നും കൂടെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ടെർമിനൽസ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടെർമിനൽസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ടോർക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആ ടോർക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് പറ്റുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് മീൻസ് ആ റൊട്ടേഷൻ നമുക്ക് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട്
ഡയറക്ഷൻ പോസിബിൾ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ തന്നിട്ടുള്ള രണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സീരീസ് ഡി സി മോട്ടോറിൻ്റെയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഈ വി എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നോർമലായിട്ട് ഏത് ഡയറക്ഷനിൽ തിരിയുന്നുണ്ടോ അതിൽ നിന്ന് എതിരായിട്ട് തിരിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മോട്ടോറിങ്ങും പ്ലഗിങ്ങും നമുക്ക് റേറ്റഡ് സ്പീഡിൽ തന്നെ, റേറ്റഡ് സ്പീഡിൻ്റെ താഴെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ രണ്ടിലും ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈന് വരച്ചിട്ടുണ്ട്. ഒമേഗ എം എന്നുള്ള വൈ ആക്സിസിലുള്ള ലൈനിൻ്റെ മുകളിൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ഉദ്ദേശിക്കുന്നത് റേറ്റഡ് സ്പീഡാണ്. അപ്പോൾ റേറ്റഡ് സ്പീഡിൻ്റെ ആ ഒരു ലെവലിലാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ മോട്ടോറിങ്ങും പ്ലഗിങ്ങും വരുന്നുണ്ടെങ്കിൽ, പക്ഷേ സീരീസ് മോട്ടോർ ആകുമ്പോൾ കുറച്ച് മോട്ടോറിങ് രണ്ട് രീതിയിൽ, അതായത് റേറ്റഡ് സ്പീഡിൻ്റെ കുറച്ച് മുകളിലും പിന്നെ റേറ്റഡ് സ്പീഡിൻ്റെ താഴെയായിട്ട് മോട്ടോറിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലഗിങ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് സ്പീഡ് വരുന്ന കേസാണ്. അതാണ് ഇവിടെ പ്ലഗിങ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റേറ്റഡ് സ്പീഡിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ പറ്റും. പക്ഷേ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയുന്നത് പവർ ലോസ് ആണ്. അതായത് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ആ റെസിസ്റ്റൻസിൽ ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ DC മോട്ടോറൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള മെത്തേഡ് തന്നെയാണ് പ്ലഗിങ് ടൈപ്പ് ബ്രേക്കിംഗ് എന്നുള്ളത്. ഇനി അടുത്തത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ അല്ലെങ്കിൽ സിങ്ക്രണസ് മോട്ടോർ AC മോട്ടോഴ്സിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സിങ്ക്രണസ് മോട്ടോഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേറ്റഡ് സ്പീഡിൻ്റെ താഴെയാണ് ഇവർ വർക്ക് ചെയ്യുക. പക്ഷേ റേറ്റഡ് സ്പീഡിൻ്റെ മുകളിലാണ് ഇവർ കറങ്ങാൻ തുടങ്ങുന്നതെങ്കിൽ ഇതിൽ നമ്മൾ സപ്ലൈ ചെയ്ത വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് ഇവർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുക. പക്ഷേ റേറ്റഡ് സ്പീഡിൻ്റെ മുകളിൽ കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തനിയെ എന്ത് ചെയ്യും, വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് സാധാരണ ഡയറക്റ്റ് ചെയ്യുന്ന സാധാരണ ഡയറക്ഷനിൽ എങ്ങനെയാണോ ടോർക്ക് വരുന്നത് അതിനെ എതിർക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതുതായി ഉണ്ടാകുന്ന റീജനറേറ്റ് ചെയ്യുന്ന ഈ കറണ്ടാണ് എന്തായിട്ട് വരുന്നത്, ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. റിവേഴ്സ് ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ അവിടെ സഹായിക്കുന്നത്. അപ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിലായിരിക്കുന്ന കേസിലാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്നത്. ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മോട്ടോർ ലോഡായിട്ട് മോട്ടോർ എന്ന് പറഞ്ഞാൽ ലോഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു സ്ഥലത്തുനിന്ന് എനർജി എടുത്തിട്ടാണ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലോഡാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോഡായിട്ട് വർക്ക് ചെയ്തിരുന്ന മോട്ടോർ സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിട്ട് മാറും, അത് ഒരു ജനറേറ്ററിൻ്റെ പോലെ സപ്ലൈ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈക്ക് പുറത്തുനിന്ന് വേറെ ജനറേഷൻ വരുന്ന രീതിയിൽ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പുതുതായിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണത് പറയുന്നത്. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ മെയിൻ ക്രൈറ്റീരിയ വരുന്നത് സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിലായിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ആ സമയത്ത് ജനറേറ്റർ പോലെ മോട്ടോർ ആക്ട് ചെയ്യുകയും കറണ്ട് ഡയറക്ഷൻ നോർമൽ ഡയറക്ഷനിൽ നിന്ന് റിവേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, ടോർക്ക് റിവേഴ്സ് ആവുന്നത്. കാരണം പുതുതായിട്ട് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു എന്നുണ്ടെങ്കിൽ ടോർക്കും എന്ത് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ടോർക്ക് റിവേഴ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ വരുന്നത്. നോർമൽ ഡയറക്ഷനിൽ പോകുന്നതിന് എതിരായിട്ട് ഒരു ടോർക്ക് വരിക എന്നുള്ളത് സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ സ്പീഡ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒബ്ജക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന സിറ്റുവേഷനാണ്. പിന്നെ മോട്ടോർ സിങ്ക്രണസ് സ്പീഡിൻ്റെ മേലെ മാത്രമാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക്രണസ് സ്പീഡിൻ്റെ താഴെ വരുന്ന സമയത്ത് വേരിയബിൾ ഫ്രീക്വൻസി സോഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്.
പക്ഷേ സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്യുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് സിങ്ക്രണസ് സ്പീഡിൻ്റെ ഒരു പകുതി റേഞ്ച് വരെ നമുക്ക് ഈ ഒരു പകുതി സ്പീഡ് വരെ ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അത് പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിൾ ഫ്രീക്വൻസി സോഴ്സാണ്. ഫ്രീക്വൻസി നന്നായിട്ട് വാരി ചെയ്യുന്ന സോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്കിതായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു മെത്തേഡാണ് പുതുതായിട്ട് വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലും ഇലക്ട്രിക് അല്ലാതെ വരുന്ന വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ള പ്രോസസ്സ്. ഇതിൻ്റെ ഒരു പുതിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോർക്ക് റിവേഴ്സ് ആയിട്ട് ഉണ്ടാവും ഒരു കറണ്ട് പുതിയത് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ ഈ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. കറണ്ട് ഒഴുകുന്നുണ്ട്, അതിനനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ മോഷൻ നിർത്താൻ വേണ്ടിയിട്ട് ടോർക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ കറണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാനോ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റീജനറേറ്റീവ്, പിന്നെയും നമുക്ക് പുതിയൊരു എനർജി ഉൽപ്പാദനം തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് കൂടെ അതിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇവിടെ ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഈ മോട്ടോർ ഒരു വെഹിക്കിളിൻ്റെ ഷാഫ്റ്റും ട്രാൻസ്മിഷനും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവിംഗ് മോഡാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, എനർജി കൊടുത്തിട്ട് മോട്ടോറിൻ്റെ വേഗത കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷാഫ്റ്റ് വഴി ഈ ടയർ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ ടയർ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിലാവുന്ന സമയത്താണ് ഈ റീജനറേറ്റീവ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ഈ ഒരു ω/ms എന്നുള്ളതാണ് സിങ്ക്രണസ് സ്പീഡ്. അതിന് മുകളിലേക്കാണ് സിങ്ക്രണസ് സ്പീഡിൻ്റെ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ y ആക്സിസിൽ കാണിക്കുന്ന മാർക്കിൽ ω/ms ആണ് സിങ്ക്രണസ് സ്പീഡ്. അതിൻ്റെ മുകളിലേക്കാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആക്കുന്നത്. അതിൻ്റെ താഴെ വരുന്നത് റൊട്ടേറ്റിംഗ്, സാധാരണ റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആകുമ്പോൾ ഇവിടെ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താണ്, ട്രാൻസ്മിഷനിൽ നിന്ന് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നേരെ മോട്ടോർ കൺട്രോളിൽ നിന്ന് ബാറ്ററിയിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി സപ്ലൈ ചിലപ്പം ചില സിറ്റുവേഷൻസിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡൈനാമിക് ബ്രേക്കിംഗ് ആണ്. ഡൈനാമിക് ബ്രേക്കിംഗ് ഇതുപോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ റിവേഴ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോട്ടോറിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഊരി വേറെ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കണക്ഷൻ വേറെ മാറ്റി കൊടുക്കുന്നൊന്നുമില്ല. എന്തുമാത്രമാണ് ചെയ്യുന്നത്, മോട്ടോർ കണക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനോ പകരം മോട്ടോർ കണക്ഷൻ ഒരു റെസിസ്റ്റൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സപ്ലൈ ഒഴിവാക്കിയിട്ട് അതൊരു റെസിസ്റ്റൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുതുതായിട്ട് സപ്ലൈ വരുന്നില്ല എന്നുള്ള കണ്ടീഷൻ വന്നിട്ട് ടോർക്ക് റെഡ്യൂസ് ചെയ്യും. ടോർക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്ററിലൂടെ ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവുകയും ചെയ്യും. കാരണം ടോർക്ക് കുറയുന്നതിനനുസരിച്ച് കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു റെസിസ്റ്റൻസ് അവിടെ ഘടിപ്പിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൽ ഹീറ്റ് ഡിസിപ്പേഷൻ വഴി ആ എനർജി അവിടെ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ ഇനേർഷ്യ കാരണം തുടർന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടോറിൻ്റെ റൊട്ടേഷൻ കാരണം ആ ഉണ്ടാകുന്ന എനർജി ഹീറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസിൽ ഹീറ്റ് സിങ്കിലായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഡൈനാമിക് ബ്രേക്കിംഗ് മേ ഓൾസോ ബി യൂസ്ഡ് ഇൻ റെയിൽ കാർസ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്. നമ്മൾ ഇപ്പോൾ റെയിൽവേ കാർസ്, അതായത് ഇപ്പോൾ റെയിൽവേ ട്രാക്സിലൊക്കെ ഇലക്ട്രിക്കൽ മെഷീനറിയാണ്, അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് അത് മൊത്തം വർക്ക് ചെയ്യുന്നത്. ആ ഒരു മെഷീൻ കാർസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രെയിൻ ബോഗീസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡൈനാമിക് ബ്രേക്കിംഗ്. ഇതുവഴി ഇങ്ങനത്തെ ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ അറ്റ് എ ടൈം ഒരുപാട് റൊട്ടേറ്റിംഗ് യൂണിറ്റുകൾ, അതായത് ട്രെയിനായാലും ഇങ്ങനത്തെ റെയിൽ സിസ്റ്റം ആയാലും അതിനൊക്കെ ഒരുപാട് ടയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടയേഴ്സ് വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഡൈനാമിക് ബ്രേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഡൈനാമിക് ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ റെയിൽ കാർ യൂണിറ്റ്സിൽ ട്രോളി, ഇലക്ട്രിക് ഡ്രം, പിന്നെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് അങ്ങനത്തേലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തേൽ ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നം
ലാഭം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരുപാട് വീൽ ഒറ്റ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോസിബിൾ ആക്കാൻ പറ്റുമെന്നുള്ളത്. ഇത്രയാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.